ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഓലയുടെ ഏറ്റവും പുതിയ വേരിയൻ്റ് ആയിട്ടുള്ള ജനറേഷൻ 3യിൽ വരുന്ന എക്സ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വാക്ക് അറൗണ്ട് റിവ്യൂ നോക്കാം. ജനറേഷൻ 2ൽ നിന്നും 3യിലേക്ക് മാറിയ സമയത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമതായിട്ട് വണ്ടിയുടെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വണ്ടിയുടെ മോട്ടോറിലാണ്. ഇവിടെ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ വേരിയൻറ്റിന് മുൻപ് നമുക്ക് ഹബ് മോട്ടോർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഹബ് മോട്ടോർ അവിടെ ഇല്ല. പകരം വണ്ടിക്ക് ഒരു മിഡ് ഡ്രൈവ് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. അതൊരു 7 കിലോ വാട്ടിൻ്റെ AC മോട്ടോറാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു AC മോട്ടോർ കാണാനായിട്ട് പറ്റും വിത്ത് ഇൻറ്റഗ്രേറ്റഡ് MCU. അതായത് മോട്ടോറും MCUം ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെയാണ് വണ്ടിയിൽ വരുന്നത്. എന്നിട്ട് ചെയിൻ സിസ്റ്റമാണ്, ചെയിൻ ഡ്രൈവ് ആണ് വരുന്നത്. മുൻപ് X1 Pro ഉള്ള വേരിയൻ്റ് എല്ലാം നമുക്ക് ബെൽറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബെൽറ്റിന് പകരം ഇപ്പോൾ ചെയിൻ ഡ്രൈവ് ആണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പുറത്തെ സൈഡിലായിട്ട് ചെയിൻ ഡ്രൈവ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു മോണോ ഷോക്ക് കാണാനായിട്ട് പറ്റും. മുൻപ് ഡുവൽ ഷോക്ക് ആക്സിലായിരുന്നു ബാക്കിലുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പകരമായിട്ടൊരു മോണോ ഷോക്കുമാണ് വന്നിട്ടുള്ളത്. ഇതാണ് ചെയിൻ ഡ്രൈവ് വരുന്നത്. ചെയിൻ സിസ്റ്റം ഇങ്ങനെയാണ് വണ്ടിയിൽ വരുന്നത്. മുൻപുണ്ടായിരുന്ന പോലെ തന്നെ ഹബ് മോട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ മോട്ടോറിൽ നിന്ന് ബെൽ ഡ്രൈവോ അല്ല ഇപ്പോൾ വണ്ടിയിലേക്ക് വരുന്നത്. പകരം റോളിൻ എന്ന് പറയുന്ന കമ്പനിയുടെ നല്ലപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ചെയിൻ സിസ്റ്റമാണ് വണ്ടിയിൽ വരുന്നത്. അപ്പോൾ ഹബ് മോട്ടോർ മാറിയിട്ട് AC മോട്ടോർ വിത്ത് ചെയിൻ ഡ്രൈവ് വണ്ടിക്കായതാണ് വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. വണ്ടിയുടെ ഈ നമ്മൾ എടുത്തിരിക്കുന്ന വണ്ടി ജെറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറുള്ളതാണ്. ടോട്ടൽ 5 കളർ നമുക്ക് കിട്ടും. ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, മിഡ് നൈറ്റ് ബ്ലൂ, ഗ്രേ, അങ്ങനെ നമുക്ക് സിൽവർ, അങ്ങനെ 5 കളറിലാണ് വണ്ടി നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി ജെറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ്. നമുക്കൊരു ഫുൾ ബ്ലാക്ക് കിട്ടുന്ന ഒരേ ഒരു വേരിയൻറ്റ് ഇത് മാത്രമാണ്. അല്ലെങ്കിൽ ഒരു സിംഗിൾ കളറിൽ നമുക്ക് കിട്ടുന്നൊരു വേരിയൻറ്റ് ഇതാണ്. കാരണം ഈ ഒരു ബ്ലാക്ക് എലമെൻറ്റ്സ് എല്ലാ വണ്ടിയിലും ഈ കാണുന്ന ഭാഗം സെയിം ആയിരിക്കും. ഇതിപ്പോൾ ഗ്ലോസി ബ്ലാക്കിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ജെറ്റ് ബ്ലാക്ക് എന്ന് പറയും. സോ ഈ വണ്ടിക്ക് നമുക്ക് ഒരു സിംഗിൾ കളർ എന്ന് പറയാം. നല്ലപോലെ തന്നെ കാണാനായിട്ട് ഒരു അഴകുള്ളൊരു കളറാണ്. കാരണം ഫുൾ ബ്ലാക്കിൽ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും. മുൻപ് സിംഗിൾ കളറിൽ ഇതുപോലെ നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ജെറ്റ് ബ്ലാക്കിൽ കളർ അവൈലബിൾ ആണ്. ഇനി നമുക്ക് വണ്ടിയുടെ ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ, വണ്ടിക്ക് മുൻപ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് 4.3 LCD ഡിസ്പ്ലേ ആയിരുന്നു. ഇപ്പോൾ 4 തന്നെയാണ് നമുക്ക് സ്ക്രീൻ സൈസ് വരുന്നത്. പക്ഷേ ഒരു മിക്സ്ഡ് കളർ ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്കിവിടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാനായിട്ട് പറ്റും. ടൈം, ഓഡോമീറ്റർ, അതുപോലെ തന്നെ ട്രിപ്പ്, ലൈറ്റ് ഇൻഡിക്കേഷൻ, സൈഡ് ഇൻഡിക്കേഷൻ, ബാറ്ററി ആവറേജ്, കാര്യങ്ങളെല്ലാം കാണാനായിട്ട് പറ്റും. പിന്നെ വണ്ടിയുടെ സ്വിച്ചുകളിലൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. മുൻപുണ്ടായിരുന്ന ജനറേഷൻ 2ലുണ്ടായിരുന്ന അതേ സിസ്റ്റം തന്നെയാണ് സ്വിച്ചിന് വരുന്നത്. നമുക്കിവിടെ ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച്, ഹോണ്, റിവേഴ്സ്, ക്രൂസ് കൺട്രോൾ, മോഡ്, സെൽഫിൻ്റെ ബട്ടൺ, ഇത്രയാണ് വണ്ടിക്ക് വന്നിട്ടുള്ള സ്വിച്ചുകൾ. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ വണ്ടിയുടെ ബൂട്ട് സ്പേസിൻ്റെ അതുപോലെ തന്നെ സീറ്റിൻ്റെയും കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ബൂട്ട് സ്പേസിൽ കാര്യപ്പെട്ടുള്ള മാറ്റമൊന്നും വന്നിട്ടില്ല. പഴയ പോലെ തന്നെ 34 ലിറ്ററാണ്. പക്ഷേ മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടിയുടെ സീറ്റിൽ ചെറുതായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്നുമല്ല, വണ്ടിക്ക് നമുക്ക് വന്നിട്ടുള്ള സീറ്റിൻ്റെ സെറ്റപ്പ് മാറിയിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്കൊരു സ്റ്റിച്ചെല്ലാം കാണാനായിട്ട് പറ്റും. ഇത് X1 Pro ആണെന്നുണ്ടെങ്കിൽ ഡുവൽ ടോണിലാണ് ഇപ്പോൾ സീറ്റ് വരുന്നത്. വൈറ്റും ഇങ്ങോട്ട് ബ്ലാക്കും എന്നുള്ള രീതിക്കാണ് വരുന്നത്. പക്ഷേ എല്ലാ വണ്ടിയിലും വരുത്തിയിട്ടുള്ള മറ്റൊരു മാറ്റം ഇതിൻ്റെ കുഷ്യനാണ്. അതുപോലെ തന്നെ വണ്ടിക്ക് സീറ്റിന് കുഷ്യൻ കൊടുത്തിട്ടുണ്ട്. അതായത് റൈഡറിനും കോ പാസഞ്ചറിനും നല്ലപോലെ തന്നെ കുഷ്യൻ കിട്ടുന്ന ഒരു സീറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, പുതിയ വണ്ടിയിൽ വന്നിട്ടുള്ളത്. വണ്ടിയിൽ വരുത്തിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് വണ്ടിയുടെ ബ്രേക്ക് സെൻസറിൽ വരുത്തിയിട്ടുള്ള മാറ്റം. അതായത് ഇവിടെ നമുക്ക് ബ്രേക്ക് ബൈ വയർ എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. റീജനറേറ്റീവ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ മൈലേജ് കിട്ടാനായിട്ട് ബ്രേക്ക് ബൈ വയറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമുക്ക് 2 സൈഡിലും ബ്രേക്ക് ബൈ വയർ ടെക്നോളജിയുടെ സെൻസറും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് പറ്റും. ഇതിലൂടെ നമുക്ക് കൂടുതൽ മൈലേജ് വണ്ടിക്ക് കിട്ടുമെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 242 ആണ് 4 കിലോ വാട്ടിന് മൈലേജ് വരുന്നത്. മുൻപത് 195 ആയിരുന്നു IDC റേഞ്ച് പറയുന്നുണ്ടായിരുന്നത്. ടയർ സെക്ഷനിലും കാര്യങ്ങളൊന്നും കാര്യപ്പെട്ട മാറ്റമൊന്നും വന്നിട്ടില്ല. 90 12 തന്നെയാണ് വണ്ടിക്ക് ടയർ സൈസ് വരുന്നത്. നമുക്ക് കോമ്പി ബ്രേക്കിംഗ് എല്ലാം കാണാനായിട്ട് പറ്റും.
ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് അപ്ലൈ ആവുന്ന കോമ്പി ബ്രേക്കിംഗ് ആണ്. പിന്നെ ഇവിടെ നമുക്കൊരു റിഫ്ലക്ടർ പുതിയ വണ്ടിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡിൽ നമുക്കൊരു റിഫ്ലക്ടർ കൂടി വണ്ടിയിൽ കാണാനായിട്ട് പറ്റും. വണ്ടിയുടെ റൈഡിംഗ് റിവ്യൂ ആയിട്ട് നമ്മൾ അധികം വൈകാതെ തന്നെ വരുന്നതായിരിക്കും. സോ നിങ്ങൾ സ്റ്റേ ട്യൂൺ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.